നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ ഇതിനു മുമ്പ് പുരുഷന്മാരുടെ ശബ്ദത്തിന് ഇണങ്ങുന്ന കുറേ അധികം മൈക്കുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം അതിന് താഴെ വന്ന കമൻറ്റുകളാണ് സ്ത്രീകൾക്ക് സ്യൂട്ടായിട്ടുള്ള മൈക്കുകൾ ഏതാണെന്നുള്ളത്. കുറേയൊക്കെ റിപ്ലൈ ഞാൻ കൊടുത്തെങ്കിലും ഒരു മൈക്കിൻ്റെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്ക് പാട്ട് പാടാൻ അനുയോജ്യമായിട്ടുള്ള ഒരു മൈക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. JTS എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്ന JTSൻ്റെ TK280 എന്ന് പറയുന്ന മോഡൽ മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. JTSൻ്റെ TK280 എന്ന് പറയുന്ന മോഡൽ മൈക്രോഫോൺ ഇതേപോലെ ഒരു പാക്കിലാണ് വന്നിരിക്കുന്നത്. JTSൻ്റെ മൈക്രോഫോണുകളെല്ലാം ഇതേപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്താണ് വരുന്നത്. ഇവിടെ 280 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വശങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ മാനുഫാക്ചർ ഡീറ്റെയിൽസും MRP റേറ്റും അതുണ്ടാക്കിയ വർഷമെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വോക്കൽ മൈക്രോഫോൺ ആണെന്ന് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ഈ ബോക്സ് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വരിക. ഈ ഒരു വേസ്റ്റ് ബോർഡ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഊരി മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ബബിൾ കവറിൽ നമ്മുടെ മൈക്രോഫോൺ കാണാം. അതേപോലെ നമുക്ക് സ്റ്റാൻഡിലൊക്കെ മൗണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഹോൾഡർ കാണാം. പിന്നെ JTSൻ്റെ മൈക്രോഫോണിൻ്റെ ഒരു മാനുവലാണ്. ഇതിനകത്ത് JTSൻ്റെ 600ൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 350യുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 280യുടെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതാണ് JTSൻ്റെ TK280 എന്ന് പറയുന്ന മോഡൽ മൈക്രോഫോൺ. ഇവിടെ മോഡൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ. നല്ല വെയിറ്റ് ഉള്ളൊരു മൈക്രോഫോണാണ്. ഇത് കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടും. അതേപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും ഡാമേജ് ആകാത്ത തരത്തിലുള്ള ഒരു നിർമ്മാണമാണ് ഇതിനുള്ളത്. അതുപോലെ ഇതിൻ്റെ മെഷൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെഷാണ്. പെട്ടെന്ന് ചളങ്ങിപ്പോവൊന്നും ചെയ്യാത്ത തരത്തിലുള്ള രീതിയിലാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വിച്ചൊക്കെ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു സ്വിച്ചാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഓണാക്കുന്ന സമയത്ത് സാധാരണ മൈക്കുകളുടെ ഒരു പ്രശ്നം, കുറഞ്ഞ മൈക്കുകൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഓണാക്കുന്ന സമയത്ത് ഇത് ഓണാക്കിയ സൗണ്ട് നമുക്ക് സ്പീക്കറിൽ കേൾക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ മൈക്കിനെ സംബന്ധിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഓണാക്കിയാലും വലിയ ശബ്ദങ്ങളൊന്നും വരാറില്ല. ഇനി നമുക്കിതിൻ്റെ ഗ്രില്ലൊന്ന് അഴിച്ചു മാറ്റിയിട്ട് ഇതിനകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഗ്രില്ല് അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെയാണ് അതിൻ്റെ ഹെഡ് വരുന്നത്. ഇവിടെ JTS എന്ന് അവർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. JTSൻ്റെ മൈക്രോഫോണുകളൊക്കെ ഹെഡ് അഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ അകത്ത് JTS എന്ന് കാണും. അങ്ങനെ ഇല്ലാത്ത സാധനമാണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇതാണ് ഇതിൻ്റെ മെഷ് വരുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെഷാണ്. നമ്മളിങ്ങനെ ഞെക്കിയാലൊന്നും ഇത് അങ്ങനെ ചളുങ്ങത്തൊന്നുമില്ല. അത്ര നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. അതിനകത്ത് ഒരു ചെറിയ കോട്ടിംഗ് കൂടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എന്നാണെന്ന് നോക്കാം. അത് എങ്ങനെയാണ് സ്ത്രീകൾക്ക് സ്യൂട്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മൈക്രോഫോണിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് 80 ഹെർട്സ് മുതൽ 12000 ഹെർട്സ് വരെയാണ്. അതായത് ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളെ ഇത് പിടിക്കില്ല. 80 മുതൽ മുകളിലോട്ടുള്ള ശബ്ദങ്ങളെയാണ് ഇത് ക്യാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബേസ് സൗണ്ട് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഇതൊരു കാർഡിയോഡ് മൈക്രോഫോണാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മൈക്രോഫോണിൻ്റെ മുൻവശത്തു നിന്നുള്ള ശബ്ദങ്ങൾ മാത്രം വളരെ കൃത്യമായിട്ട് പിടിക്കുകയും പിൻവശത്ത് വരുന്ന അനാവശ്യ ശബ്ദങ്ങളെ ഇത് ഒഴിവാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഈ മൈക്രോഫോൺ നമുക്ക് കിട്ടും എന്ന് ഉറപ്പാണ്. ഇനി നമുക്ക് ഈ മൈക്രോഫോൺ ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് JTSൻ്റെ TK280 എന്ന് പറയുന്ന മോഡൽ മൈക്രോഫോണിൽ നിന്നുള്ള ശബ്ദമാണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ EQ എല്ലാം ഫ്ലാറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഹൈ, മിഡ്, ലോ ഫ്രീക്വൻസികളെല്ലാം തന്നെ ഫ്ലാറ്റിലാക്കി വെച്ചതിന് ശേഷമാണ് ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൈക്കിൽ നിന്ന് വരുന്ന ശബ്ദം എന്താണോ അത് തന്നെയായിരിക്കും ഈ ഫോണിൽ ഇപ്പോൾ റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് മിക്സറിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഹൈ, മിഡ്, ലോ ഫ്രീക്വൻസികൾ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ മൈക്കിൻ്റെ ഒരു പെർഫോമൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം ഫ്ലാറ്റിലാക്കി വെച്ചതിന് ശേഷമാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ മൈക്രോഫോൺ സ്ത്രീകളുടെ ശബ്ദത്തിന് അനുയോജ്യമാണ് എന്ന് പറയാൻ കാരണം സ്ത്രീകളുടെ ശബ്ദത്തിന് ബേസ് വളരെ ആവശ്യമില്ലാത്തതാണ്. പുരുഷന്മാരുടെ ശബ്ദത്തിനാണെങ്കിൽ നല്ല ബേസ് ആവശ്യമുണ്ട്. ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബാസ് എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് ആവശ്യമുള്ളത് പുരുഷന്മാരുടെ ശബ്ദത്തിനാണ്. സ്ത്രീകളുടെ ശബ്ദത്തിന് അത്രയും അത് ആവശ്യമില്ല. ബേസ് ശബ്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്ന ഫ്രീക്വൻസികളെ മൈക്കിന് ക്യാച്ച് ചെയ്യാൻ സാധിക്കണം. JTSൻ്റെ TK600, 690 പോലുള്ള മോഡലുകളൊക്കെ 50-ൽ താഴെയുള്ള ഫ്രീക്വൻസികളെ ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള മൈക്കുകളാണ്. പക്ഷേ ഈ മൈക്രോഫോൺ ആകട്ടെ ഇതിന്
80 മുതൽ മുകളിലേക്കുള്ള ഫ്രീക്വൻസികളാണ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ന്ന ഫ്രീക്വൻസികളെ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ബേസ് എഫക്റ്റ് ഇതിന് കിട്ടുകയില്ല. സ്ത്രീകൾക്ക് അത്രയും ബേസ് സൗണ്ട് ആവശ്യമില്ലാത്തത് കൊണ്ട് സ്ത്രീകളുടെ ശബ്ദത്തിന് ഇത് വളരെ അനുയോജ്യകരമായിട്ടുള്ളൊരു മൈക്രോഫോണാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിൽ വിരുദ്ധ അഭിപ്രായങ്ങളുള്ളവരുണ്ടാവാം, ഞാനതിനകത്ത് തർക്കിക്കുന്നില്ല. എൻ്റെ ഒരു അനുഭവം, ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ വെച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ മൈക്രോഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ശബ്ദത്തിന് സ്യൂട്ട് ആകുന്നതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണമെങ്കിൽ വാങ്ങിക്കാം. ഈ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ച് നിങ്ങൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും ഈ മൈക്രോഫോൺ. അത്തരത്തിലുള്ള ഒരു മൈക്രോഫോണാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഈ മൈക്കിൻ്റെ വില 1950 രൂപയാണ്. ആദ്യം ഓർഡർ ചെയ്യുന്ന 10 പേർക്ക് 1900 രൂപയ്ക്ക് ഇത് കിട്ടുന്നതാണ്. ഇതിൽ കുറച്ച് വിലയ്ക്ക് നിങ്ങൾക്ക് പല സ്ഥലത്തും കിട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അന്വേഷിക്കുക. ഏറ്റവും കുറച്ച് വിലയ്ക്ക് കിട്ടുന്ന സ്ഥലത്തു നിന്ന് തന്നെ നിങ്ങൾ മേടിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ എൻ്റെ കയ്യിലുള്ള സാധനം പക്ക ഒറിജിനൽ സാധനമാണ്. നിങ്ങൾക്ക് ഒറിജിനൽ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതല്ല, നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിക്കുക. വിലക്കുറവുള്ള സ്ഥലത്തു നിന്ന് തന്നെ വാങ്ങിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.